പോക്കിരി രാജയിൽ സൂര്യ എന്ന കഥാപാത്രമായിരുന്നു 2010 കാലഘട്ടത്തിൽ എനിക്ക് പൃഥ്വിരാജ് എന്ന നടനെ ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു രൂപം. എന്നാൽ അതേ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി, അതായത് സ്കിൻ ഫിറ്റ് ജീൻസും കളർഫുൾ ഷർട്ടും ഒന്നും ഇടാതെ തികച്ചും സാധാരണക്കാരനായി അദ്ദേഹം വന്നൊരു സിനിമയായിരുന്നു മാണിക്യക്കല്ല്. കഥ പറയുമ്പോൾ എന്ന ക്ലാസിക് സിനിമയ്ക്ക് ശേഷം സംവിധായകൻ എം മോഹനൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ. 90s ഫ്ലേവറുള്ള സിനിമകൾ നമുക്ക് പൂർണ്ണമായും അന്യം നിന്ന് പോകുന്നതിന് തൊട്ടു മുൻപിറങ്ങിയ സിനിമ. യെസ്, തികച്ചും സിമ്പിളായ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സാധാരണ സിനിമ. വലിയ വലിയ കോൺഫ്ലിക്റ്റുകളോ ഹെവി വെയിറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒരു സാധാരണ നാടും അവിടുത്തെ സ്കൂളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളും മാത്രം. ഈ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് 18 വയസ്സ്. മൊത്തത്തിൽ ബ്ലഡ് ബോയിൽ ചെയ്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നെങ്കിലും എന്തുകൊണ്ടോ ഈ സിനിമ അന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് കാരണം തീർച്ചയായും ഇതിലെ നായകൻ തന്നെ. പിന്നെ നായകനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതിലെ നായിക, അവർ തമ്മിലുള്ള ജോഡി. ഇവര് തമ്മിൽ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് അക്കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ ആ ചിന്തയ്ക്ക് ആഴം കൂട്ടുന്ന ഒന്നായിരുന്നു ഈ സിനിമയിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ആ പാട്ട്. ഇപ്പോഴും കേൾക്കാറുണ്ട് ആ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ അത്രയും മനോഹരമായി ചിത്രീകരിച്ചൊരു പാട്ട്.